അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രണ്ട് കുട്ടികളെ രക്ഷിച്ച അഞ്ജലി ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. അഞ്ജലി, ക്ഷേത്ര ദർശനത്തിന് വന്നതല്ലേ? ക്ഷേത്ര ദർശനത്തിന് പോകാനായിട്ട് നിന്നെയായിരുന്നു. അന്നേരമാണ് അവിടെ നല്ല സ്പീഡിന് വന്നൊരു ടിപ്പർ ലോറി വന്ന് ഇവിടെ നിന്ന് പിള്ളേരെ ഇങ്ങ് ഇടിച്ചേർന്ന്. അതിൻ്റെ കൂടെ ബുള്ളറ്റും കൂടെ വരുന്നുണ്ടായിരുന്നു, സാധനം ബുള്ളറ്റും കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഇടിച്ച് ആ മതിൽ അതെല്ലാം തകർത്ത്. പിന്നെ എൻ്റെ അടുത്ത് ഇന്ന് രണ്ട് പെങ്കൊച്ചുകളുണ്ടായിരുന്നു, അവരെയും കൂടി ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടി മാറി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അമ്മയെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മ ഇതൊരു ഇവിടെ ആക്സിഡൻ്റ് ആണ്. അപ്പോൾ അമ്മ എല്ലാവരും വന്നു. അപ്പോൾ ഞാൻ പിന്നെ ആംബുലൻസിനെ ഫയർഫോഴ്സിനെ ഞാനങ്ങ് വിളിച്ച്. പിന്നെ എന്തായാലും അവർ ആ സമയത്ത് അവരെല്ലാം ഞെത്തി ഇവിടെ. ഈ ടിപ്പറും ബുള്ളറ്റും ഒരേ ദിശയിലാണ് വന്നത്? എനിക്ക് ആ ബുള്ളറ്റ് വന്ന ദിശ ഏതാണെന്നായിരുന്നു, പക്ഷെ ടിപ്പർ ആ വഴി കൂടെ വന്നത്. നല്ല സ്പീഡിലാണ് വന്നത്. ആ സ്പീഡിൽ വന്ന് ഇങ്ങനെ കറങ്ങി പോകുമായിരുന്നു. അത് നല്ല സ്പീഡ് വന്ന് ബ്രേക്ക് കിട്ടാഞ്ഞായിരുന്നോ അതോ സ്ലിപ്പായതൊന്നും അറിയില്ല, വന്ന് അങ്ങോട്ടങ്ങ് മറിയുമായിരുന്നു. അമ്പലപ്പുറത്ത് വന്നത് വണ്ടി. എത്ര കുട്ടികളുണ്ടായിരുന്നു? മൊത്തത്തിൽ 10-12 പിള്ളേരുണ്ടായിരുന്നു. ആരൊക്കെ ഓടിയെന്നൊന്നും അറിയില്ല. എൻ്റെ 2 പിള്ളേരുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അവരെ ഞാൻ ഓടി മാറ്റി. പിന്നെ കുറച്ചുപേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. അറിയാവുന്നത്. അഞ്ജലി അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടല്ലേ? സത്യമാണ്. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. കാര്യം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. നമുക്ക് ആ ലോറി വന്ന ഒരു വഴിയൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. ആ അമ്പലക്കുളം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നൊരു നേരെ ഒരു ഇറക്കം ഉള്ള പ്രദേശമാണ്. ആ ഇറക്കത്തിലൂടെ ലോറി നേരെ വന്ന് ഈ റോഡ്, ഈ കാർ ഇപ്പോൾ വരുന്ന ആ ഭാഗത്തുകൂടിയാണ് ലോറി കടന്നു വന്നത്. അത് ഒരു കയറ്റത്തിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ്. ഇറങ്ങി വന്ന് നേരെ വലതുവശത്തേക്ക് തിരിഞ്ഞ് പോകുമ്പോൾ അമിത വേഗത്തിലാണെങ്കിൽ ഒരു കാരണവശാലും ആ കടകളൊക്കെ തന്നെയുണ്ട്, ഒരു കാരണവശാലും നിയന്ത്രണം കിട്ടില്ല. നേരെ ആ കടയിലിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ അമിത വേഗത്തിലെത്തി നേരെ കടകളിലേക്ക് ഇടിച്ചു കയറി അവിടെ നിന്ന് ആൾക്കാരുടെ ശരീരത്തേക്ക് പാഞ്ഞു കയറുകയുമായിരുന്നു. അമിത വേഗം തന്നെയാണ് അപകടത്തിന് കാരണമെന്നുള്ളത് തന്നെയാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും നിലവിൽ 3 പേർ മരിച്ചിരിക്കുന്നു. അതിൽ 3 പേരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിലൊരാൾ ഹരിലാൽ, കുടവട്ടൂർ സ്വദേശിയായിട്ടുള്ള ഹരിലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. 54-കാരനായിട്ടുള്ള ഹരിലാലാണ് മരിച്ചത്. കുടവട്ടൂർ സ്വദേശിയാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ പാർത്ഥിബ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള നീലേശ്വരം പ്രീത ഭവനിൽ പാർത്ഥിബ് ആണ് ഇപ്പോൾ മരിച്ച രണ്ടാമത്തെ കുട്ടി. മൂന്നാമത്തേത് അജയൻ, KSRTC ജീവനക്കാരനായിട്ടുള്ള അജയൻ എന്ന് പറയുന്ന 45 വയസ്സുകാരനാണ് മരിച്ചത്. അങ്ങനെ 3 പേരാണ് മരിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേരെ കൊട്ടാരക്കര ആശുപത്രിയിലും ബാക്കിയുള്ളവരെ തിരുവനന്തപുരത്തേക്കും ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ 3 പേർ മരിച്ചിരിക്കുന്നു. ഒരാൾ പാർത്ഥിബ്, രണ്ടാമത്തേത് അജയൻ, മൂന്നാമത്തേത് ഹരിലാൽ എന്നീ 3 ആൾക്കാരാണ് മരിച്ചത്.